ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം തുടങ്ങാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിത സർക്കാർ അനുകൂല റിപ്പോർട്ട് നൽകിയതാണ് പ്രതികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിക്കാൻ വഴിയൊരുക്കിയതെന്ന് അവർ ആരോപിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, തനിക്ക് നീതി കിട്ടിയില്ല എന്ന ആ ഒരു വലിയ രീതിയിലുള്ള വിഷമവും സങ്കടവും ഒക്കെ അതിജീവിതയ്ക്കുണ്ട്. കാരണം നാളുകൾ നീണ്ട ഒരു പോരാട്ടം അവർ നടത്തി. അതിനുശേഷം ഈ പ്രതികൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം, തനിക്കിപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നു. എന്താണ് ഇന്ന് അതിജീവിത മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്? അനീഷിനൊപ്പം ഇപ്പോൾ അതിജീവിതം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ടോം, ഏറെ വിവാദമായതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് ഒരു യുവതി പീഡനത്തിന് ഇരയായി എന്നത്. അവിടുത്തെ ഒരു ജീവനക്കാരൻ തന്നെയാണ് ആ കൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നതും. പിന്നീട് പുള്ളി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജോലി നഷ്ടപ്പെടുകയും ഇപ്പോൾ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ നീങ്ങുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ ആശുപത്രി ജീവനക്കാർ തന്നെ ഈ കേസിൽ ചില ഒത്തുതീർപ്പുകൾക്ക് അല്ലെങ്കിൽ ഒരു ഭീഷണികൾക്കൊക്കെ തയ്യാറായത്. ഈ കേസ് പണം വാങ്ങി അതിൽ നിന്നും പിന്മാറണം, ഈ ഭർത്താവിനോടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇയാളും ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അത്തരത്തിൽ ചില സന്ധികൾ ഇതിൽ വേണമെന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. പിന്നീട് ഇവർക്കെതിരെയും പരാതി നൽകുകയും ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ ഇവരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ട്രൈബ്യൂണലിന്റെ അനുകൂല ഉത്തരവുമായി അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുവേണ്ടി ഈ മറ്റ് ചില ജീവനക്കാരുടെ പ്രമോഷൻ പോലും തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ ഈ കേസ് വന്നപ്പോൾ ഒരു കൃത്യമായ നിലപാട് അവിടെ സർക്കാർ സ്വീകരിക്കാഞ്ഞത് അല്ലെങ്കിൽ DMA അടക്കം സ്വീകരിക്കാതിരുന്നതാണ് ഈ കുറ്റാരോപിതരായ ജീവനക്കാർക്ക് അനുകൂലമായ ഉത്തരവെത്താൻ കാരണമെന്നാണ് അതിജീവിത ആരോപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പലപ്പോഴും ആവർത്തിക്കുന്നു എങ്കിൽ പോലും കൃത്യമായും വേട്ടക്കാർക്കൊപ്പമാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ എന്നാണ് അവർ പറയുന്നത്. നിരവധി സമരങ്ങൾ അവർ ഇതിനകം ചെയ്തു. അവർ തെരുവിൽ സമരം ചെയ്യുന്നു, കമ്മീഷൻ ഓഫീസിനടുത്ത് സമരം ചെയ്യുന്നു, മെഡിക്കൽ കോളേജിൽ സമരം ചെയ്യുന്നു. നമ്മൾ തന്നെ പലവട്ടം ഇവരുടെ സമരമുഖങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നതുമാണ്. എന്തായാലും ഇത്ര അധികം സമരങ്ങൾ കോഴിക്കോട് ചെയ്തിട്ടും കാര്യമില്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് തന്നെ സമരവുമായി നീങ്ങാൻ ഇവർ ഒരുങ്ങുന്നത്. ഒരു വനിത കൂടിയാണ് ആരോഗ്യമന്ത്രി. പക്ഷേ അവർ എപ്പോഴും അതിജീവിതമാർക്കൊപ്പം എന്ന് പറയുമ്പോഴും കൃത്യമായൊരു നീതിക്കൊപ്പം നിൽക്കുന്നില്ല എന്നാണ് ആരോപിക്കുന്നത്. നമുക്കൊപ്പം എന്തായാലും അതിജീവിതം തന്നെയുണ്ട്, അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഈ ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് സമരം മാറ്റാനുള്ള ഒരു സാഹചര്യം? ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അതിജീവിതക്കൊപ്പമാണ്, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല. പല സമരങ്ങളും ഞങ്ങൾ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രതികളെ പിന്നെയും തിരിച്ചെടുത്തത് വളരെ ലജ്ജാകരമാണ് കാര്യങ്ങൾ. ഇത്തരം ഒരു പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും മറ്റ് 3 പേരുടെ പ്രൊമോഷൻ റദ്ദാക്കി അവരെ ആ സീറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ മേലെ ചളി വാരി തെളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ അതിജീവിതക്കൊപ്പമല്ല, പ്രതികൾക്കൊപ്പമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എന്താണ് ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ച? ഈ പ്രതിയെ നിലവിൽ തന്നെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ ജീവനക്കാരുടെ ഈ കുറ്റത്തിലെ പങ്ക്? കാരണം അത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വലിയ വീഴ്ച തന്നെയാണ്. ഇത്തരം ഒരു പീഡനം ഉണ്ടായിട്ട് പോലും അവർ എനിക്കൊരു സംരക്ഷണമോ ഒന്നും തരാതെ സാധാരണ ഒരു വാർഡിലാക്കി അവിടേക്ക് ഇവര് 5 ജീവനക്കാർ പല തവണ വന്ന് കാശ് തരാം, അവരുടെ ആ പ്രതിൻ്റെ മകളുടെ കല്യാണമാണ്, അപ്പോൾ ഈ കാരണം കൊണ്ട് മകളുടെ കല്യാണം മുടങ്ങും, അപ്പോൾ എന്തെങ്കിലും കാശ് തന്ന് നമുക്കിത് ഒതുക്കി തീർക്കാം എന്നുള്ള സംസാരവും, അതുപോലെ തന്നെ വളരെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഭർത്താവും ചെയ്യുന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ ഒരു നിസ്സാരമാക്കിയാൽ പോരെ എന്നുള്ള പോലെയാണ്. അത് വളരെ എനിക്ക് വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിനൊന്നും വഴങ്ങാതിരുന്നിട്ടും അവരെന്നോട് പറഞ്ഞ മാനസിക രോഗിയാണ്, ഇനിയും എനിക്ക് മാനസിക രോഗമാണെന്നുള്ള തരത്തിലാണ് ഈ 5 പേരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നീക്കം. അപ്പോൾ അതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റിയ കാര്യമോ ഒന്നുമല്ല. അതൊക്കെ ഒരു നീതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നൌഷാദ് തെക്കേൽക്കുണ്ട്, അദ്ദേഹം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്, അതിജീവിതക്കൊപ്പമുള്ള ആളാണ്. എന്തുകൊണ്ടാണ് ഇതിൽ ഈ DMAയ്ക്കും അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനും ഒരു
ഇതിൽ പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ സ്ഥലമാറ്റ നടപടിയിൽ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഈ ഉത്തരവിന്റെ മറ്റു പകർപ്പുകളൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമ്മളതിൽ സത്യം മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 3 ആളുകളെ, തസ്തികയിലുള്ള 3 ആളുകളുടെ പ്രൊമോഷൻ റദ്ദാക്കിയിട്ട് ഇവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തത്. എന്താ, ഈ പ്രതികൾ പുറത്ത് ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്ന 3 ആളുകൾക്കുള്ള പ്രൊമോഷൻ റദ്ദ് ചെയ്തിട്ട് അവർക്ക് വരാൻ സാഹചര്യം ഉണ്ടായിക്കൊടുത്തു. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാമല്ലോ, ഇത് ഇവർക്ക് അനുകൂലമായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സർക്കാർ സംവിധാനത്തിൽ അതല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് തൊട്ടിട്ടുള്ള കോഴിക്കോട് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ അനുകൂലമായിട്ട് ചിന്താഗതിയും റിപ്പോർട്ടും ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ട്രിബ്യൂണലിൽ ഇവർക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് ഇവർക്ക് വലിയ പങ്ക് ഈ കുറ്റകൃത്യത്തിലില്ല, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത ശശീന്ദ്രനെ പിന്തുണച്ചത് സംബന്ധിച്ച കൃത്യമായൊരു വിശദാംശങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ടാണല്ലോ അവർ വീണ്ടും ജോലിയിൽ തിരിച്ചെടുത്തത്. അപ്പം ഈ ഒരു കേസ് നടന്നുകൊണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വീണ്ടും അവരെ ജോലിയിൽ അതേ ഹോസ്പിറ്റലിൽ തിരിച്ചെടുക്കുക എന്നുള്ളപ്പോൾ വളരെ മോശകരമായ കാര്യമല്ലേ. അതൊരു അനീതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവമൊക്കെ പലപ്പോഴും കുറച്ച് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ജീവനക്കാരുടെ ഭാഗത്ത് നിൽക്കാനും. കാരണം ഈ കുറ്റം ചെയ്തത് ശശീന്ദ്രനാണ്, അതിനൊപ്പം ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇവർക്ക് വലിയ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കരുതാൻ കഴിയുമോ? വളരെ ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയല്ലേ ഈ ജീവനക്കാർക്കെതിരെയും ആരോപിക്കുന്നത്? തീർച്ചയായും ഏതൊരു മനുഷ്യർക്കും തോന്നുന്ന കാര്യമാണ്. ആർക്കാലും തോന്നില്ലേ ഇങ്ങനെ ഒരു അവസരത്തിൽ? ഞാനൊരു സ്ത്രീയാണ്. ഇപ്പം വേറൊരാൾക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവരോട് പോയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ ഏത് ഇതിലും ഞങ്ങൾ ചിന്തിക്കുള്ളൂ. അല്ലാതെ അവരെ പിന്നെയും എന്താ പറയുക, മുറിവിലേക്ക് ഇത്തിരി കൂടിയും ഇത് ഒഴിച്ചു അത് ആളിക്കത്താനുള്ള ഒരു ഇതുണ്ടാക്കി കൊടുക്കില്ലല്ലോ. അപ്പം അത്തരം മോശം എന്താ പറയുക ഒരു സ്ത്രീത്വത്തെ, അപ്പം നമ്മളിപ്പം ഭർത്താക്കന്മാർ ചെയ്യുന്നത് പോലെ ഒരു അന്യൊരു പുരുഷന് ഞങ്ങളോട് അങ്ങനെ ഒരു പീഡനം പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും വളരെ മോശമായിട്ട് സംസാരിച്ച ഒരാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ രീതിയിലാണ് ഇവരിൽ നിന്ന് പെരുമാറ്റങ്ങൾ ഉണ്ടായത്? എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചത്? അവർ ഇത് തന്നെ ആദ്യം വന്ന് പറഞ്ഞു, ശശീന്ദ്രനെ മകളെ കല്യാണം കഴിക്കാനുള്ളതാണ്, അപ്പോൾ അവരെ ഇത് കേസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതാവും, അപ്പോൾ ക്യാഷ് എന്തെങ്കിലും തന്നിട്ട് നമുക്കിത് കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞു. അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും നിൽക്കുന്നുണ്ടായിരുന്നു, അവരോടും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല മറുപടി കൊടുത്തു. ഞാൻ പിന്നെ മറുപടി പറയാനും പറ്റിയ സാഹചര്യമില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വേറെ 2 പേര് വന്നിട്ടാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ എന്താപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു? ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഭർത്താവും ഇതൊക്കെ ചെയ്യുന്നതല്ലേ. പെട്ടെന്ന് ഞാൻ തന്നെ ഒരു അന്താളിച്ചു പോയി. നമ്മളെ ഭർത്താക്കന്മാർ വെച്ചാൽ ഏത് സ്ത്രീ, ആ പറഞ്ഞ സ്ത്രീ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കരുതുന്നത്. ഭർത്താവും അന്യപുരുഷന്മാരും ഒരുപോലെ ആയിരിക്കും ചെയ്യുന്നതെന്നായിരിക്കും ആ സ്ത്രീ കരുതുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. അല്ലാതെ മനുഷ്യകുലത്തിൽ ജീവിക്കുന്ന ഏതൊരു സ്ത്രീ ആയാലും ഭർത്താക്കന്മാർ വേറെയാണ്, അന്യപുരുഷന്മാർ വേറെയാണ്. അപ്പോൾ അത്തരം ഒരു മോശമായിട്ടുള്ള സംസാരം, പിന്നെ അതുപോലെ തന്നെ ഇതിലൊന്നും ഞാൻ വഴങ്ങാതിരുന്നപ്പോൾ എനിക്ക് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കാൻ വരെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു? മറ്റുള്ളവർ അവിടെ പറഞ്ഞ് വാർഡിൽ മൊത്തമായിട്ടും പറഞ്ഞ് നടക്കുകയായിരുന്നു. പിന്നെ ഡോക്ടേഴ്സിനെയൊക്കെ കൊണ്ട് മാനസിക രോഗത്തിൻ്റെ ഡോക്ടേഴ്സൊക്കെ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എനിക്ക് മാനസിക രോഗമില്ല. മാനസിക രോഗമുള്ള ഒരു വ്യക്തിനെ ഒരിക്കലും ഒരു അനസ്തേഷ്യക്ക് തയ്യാറെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൽ അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെതായ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മരുന്നുകളും ഒക്കെ. അപ്പം അത് അവർ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗുരുതരമായ ചില സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിലല്ലേ? ആ പഴുതുകൾ പോലും ഇപ്പോഴും അടച്ചിട്ടില്ല. എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോഴും അത്തരം പഴുതുകൾ പോലും ഇപ്പോഴും അടയ്ക്കാതെ ആണ് ആശുപത്രിയിലെ കാര്യങ്ങൾ ഉള്ളത് അല്ലേ?
തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ ഈ സംഭവം പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും അവർ ആ പരാതി പോലീസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അറിയിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡും ബ്രദറും ഒക്കെ പോയിട്ടാണ് പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു വാർഡിലാക്കി അവിടെ ഒരു സുരക്ഷയും തരാതെ എല്ലാവർക്കും വന്ന് കാണാം, ഇതൊരു കാഴ്ച വസ്തുവായിട്ട് എന്നെ നിലനിർത്തിയത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ പിന്നെ എനിക്ക് സുരക്ഷ തന്നിട്ടുള്ളത് ഈ അനിത സിസ്റ്റർ ആയിരുന്നു. അനിത സിസ്റ്റർ വേഗം സ്ഥലം മാറ്റാനും എല്ലാ കാര്യങ്ങളും അവർക്ക് കഴിഞ്ഞു. തെറ്റ് ചെയ്യാത്തവരെ വേഗം സ്ഥലം മാറ്റി അവർക്ക് എല്ലാ ശിക്ഷാ നടപടികളും കൊടുക്കും. തെറ്റ് ചെയ്ത ആളുകളെ അവർ എന്തായാലും സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് കാണുന്നത്. ഇതാണല്ലേ രണ്ട് തരത്തിലെ നീതിയാണെന്ന്. ഈ അനിത സിസ്റ്റർ നിങ്ങളെ സഹായിച്ചുകൊണ്ട് അവരെ സ്ഥലം മാറ്റുന്നു. ഈ കൂടുതൽ ഉപദ്രവിച്ച ആളുകൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു. അനിത സിസ്റ്റർ ആദ്യം വർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോലും അനിത സിസ്റ്റർ പഠിപ്പിക്കുന്ന പോലുമില്ല, എവിടെയോ കൊണ്ടിട്ടതാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വകുപ്പുകളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവർ ആദ്യം വർക്ക് ചെയ്യുന്ന ഏരിയയിലേക്കൊന്നും അവർ അടുപ്പിച്ചിട്ട് പോലുമില്ല. അവർ ചെയ്ത തെറ്റെന്താ? അതിജീവിതയെ കൂടെ നിന്നു, അതിജീവിതക്കൊപ്പം നിന്നു, സത്യസന്ധമായി സംസാരിച്ചു, ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പം ഞാൻ പറയട്ടെ, ഏറ്റവും അടുത്തായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് IG സേതുരാമൻ സാറ് DCP ജേക്കബ് എന്ന് പറയുന്ന ആളെ കൊണ്ട് ഉണ്ടാക്കിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്നത്തെ പ്രിൻസിപ്പളുടെ ഭാഗം, അന്നത്തെ പിന്നെ സൂപ്രണ്ടിൻ്റെ ഭാഗം, DMOയുടെ ഭാഗം, വൈസ് പ്രിൻസിപ്പളുടെ ഭാഗം എല്ലാം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ ഇവരെ സ്പോട്ടിൽ വന്ന് ചികിത്സിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ KB പ്രീതിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാടുകൾ ഫാൾട്ടുകൾ പറയുകയും ഇത് ആരോഗ്യ വകുപ്പാണ് നടപടിയെടുക്കേണ്ടത് എന്ന് ഈ അഞ്ച് ജീവനക്കാരടക്കം, ഇവരെ ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കടക്കം ആരോഗ്യ വകുപ്പാണ് വേണ്ട നടപടി എടുക്കേണ്ടത്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ച ഈ റിപ്പോർട്ടും ആരുടെ കയ്യിലുണ്ട്? സർക്കാരിന്റെ കയ്യിലും ഇവരൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ന്യായം ആർക്കാണോ നൽകേണ്ടത് അവർക്ക് നൽകാതിരിക്കുകയും ന്യായക്കേട് ചെയ്ത ആളുകൾക്ക് ന്യായവും സപ്പോർട്ടും അധികാരവും എല്ലാം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. ടോം, ഇതാണ് ആരാണോ രക്ഷിക്കുമെന്ന് കരുതിയത് അവർ രക്ഷിക്കുണ്ടാവുന്നില്ല, മറിച്ച് വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ. അനീഷ് കുമാറിനൊപ്പം സംസാരിച്ചത് അതിജീവിതയാണ്. അവരിപ്പോഴും അന്നത്തെ ആ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായും വിമുക്തി നേടിയിട്ടില്ല. കാരണം ശാരീരികമായി അന്ന് അനുഭവിച്ച, ലൈംഗികമായി അനുഭവിച്ച ചൂഷണത്തെക്കാളപ്പുറം മാനസികമായും കുറേ വേട്ടയാടപ്പെട്ടു. ഈ അതിജീവിതയ്ക്കൊപ്പം കൂടെ നിന്ന് അവർക്ക് പിന്തുണ നൽകിയ ജീവനക്കാരിയെ സ്ഥലം മാറ്റുന്നു. എന്നാൽ വേട്ടക്കാരനെ, ഈ ക്രൂരമായി ഇവരെ പീഡിപ്പിച്ച വ്യക്തിയെ സംരക്ഷിച്ച ആളുകളെ തിരികെ ഇവിടെ തന്നെ ഈ ആശുപത്രിയിൽ തന്നെ നിയമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് അതിജീവിത, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്താൻ ഒരുങ്ങുന്നത്.